ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബിജെപിയുടെ പ്രകടന പത്രിക. ആയുഷ്മാൻ ഭാരത്, മുദ്രാ ലോൺ അടക്കമുള്ള പദ്ധതികളിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും. സൗജന്യ റേഷൻ വിതരണം തുടരും. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ, വൈദ്യുതിയിൽ നിന്ന് വരുമാനം എന്നീ ആശയങ്ങളും സങ്കല്പ പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. അന്തസ്സും ഗുണനിലവാരവുമുള്ള ജീവിതമാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർഷകർ, യുവാക്കൾ, ദരിദ്രർ, സ്ത്രീകൾ ഈ 4 വിഭാഗങ്ങളുടെ ഉന്നമനമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന ബിജെപി പ്രകടന പത്രിക ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾക്ക് തുല്യനീതിക്ക് ഏക സിവിൽ കോഡ് അനിവാര്യമെന്ന് വിശദീകരിച്ചാണ് UCC നടപ്പാക്കുമെന്ന പ്രഖ്യാപനം. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए. വീണ്ടും അധികാരത്തിലെത്തിയാൽ സൗജന്യ റേഷൻ തുടരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ സൗജന്യ ചികിത്സ. കൂടുതൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ. മുദ്രാ ലോൺ തുക 20 ലക്ഷമാക്കി ഉയർത്തും. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഇനിയും 3 കോടി വീടുകൾ. ലഖ്പതി ദീദി പദ്ധതിയിൽ 2 കോടി സ്ത്രീകൾക്ക് കൂടി 1 ലക്ഷം രൂപയുടെ വരുമാനം തുടങ്ങിയ ഉറപ്പുകൾ BJP വാഗ്ദാനം ചെയ്യുന്നു. തെക്ക് വടക്ക്, കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളെ ബന്ധിപ്പിച്ച് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളുടെ സാധ്യതാ പഠനം. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ. 6G സാങ്കേതിക വിദ്യാ വികാസം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ എന്നിവയും പ്രകടന പത്രികയിലെ ശ്രദ്ധേയ പ്രഖ്യാപനങ്ങളാണ്. അഴിമതിക്കാർക്കെതിരെ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ പ്രഖ്യാപനങ്ങളും ആവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര രാമായണോത്സവവും പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി BJP അവതരിപ്പിക്കുന്നു. ഏക സിവിൽ കോഡ് മുൻപും BJP പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ രാമക്ഷേത്രവും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കലും സാധ്യമാക്കിയ ശേഷമാണ് ഇത്തവണ BJPയുടെ രാഷ്ട്രീയ അജണ്ട ഈ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നത്. ഏക സിവിൽ കോഡിനെ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് BJP വഴി തുറക്കുമ്പോൾ ലക്ഷ്യം വ്യക്തം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ, ദില്ലി.